കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനും നൃത്താധ്യാപകനുമായ RLV രാമകൃഷ്ണൻ അധിക്ഷേപത്തിന് ഇരയായ സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ഹരീഷ് പേരടി രംഗത്ത് വന്നു. ഡോക്ടർ രാമകൃഷ്ണൻ എന്ന കലാകാരന് പൊതുസമൂഹം മുഴുവൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടും AMMA എന്ന സിനിമാ അഭിനയ കലാകാരന്മാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും നേരത്തോട് നേരമായിട്ടും കണ്ടില്ലെന്നും ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു. പീഡനക്കേസിൽ പ്രതികളായവരെ സംരക്ഷിക്കാനുള്ള ജാഗ്രത പോലും ഈ വിഷയത്തിൽ മഷിയിട്ട് നോക്കിയിട്ടും കാണാനില്ലെന്നും അദ്ദേഹം പറയുന്നു. നിങ്ങളൊക്കെ നല്ല നടീനടന്മാരാണ്, എന്നാലും ഇങ്ങനെയൊന്നും അഭിനയിക്കരുത്. ചുരുങ്ങിയ പക്ഷം രാമകൃഷ്ണന് വേണ്ടി ഒരു വലിയ വേദിയെങ്കിലും ഒരുക്കൂ. അയാൾ ആനന്ദ നൃത്തമാടട്ടെ. മെമ്പറല്ലാത്ത ഷാരൂഖ് ഖാന് നിങ്ങളുടെ വേദിയിൽ നൃത്തമാടാമെങ്കിൽ പിന്നെ രാമകൃഷ്ണന് എന്തിനാണ് അയിത്തം? മണിയുടെ ആത്മാവെങ്കിലും സന്തോഷിക്കട്ടെ. എന്താണ് അമ്മേ നിങ്ങൾ നന്നാവാത്തത് എന്നാണ് ഹരീഷ് പേരടി കുറിച്ചത്. ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വംശീയവറിയും ജാതിവറിയും നേരിട്ട കുറച്ച് സിനിമകളിലും അഭിനയിച്ച ഡോക്ടർ രാമകൃഷ്ണൻ എന്ന കലാകാരന് പൊതുസമൂഹം മുഴുവൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടും അമ്മ എന്ന സിനിമാ അഭിനയ കലാകാരന്മാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും നേരത്തോട് നേരമായിട്ടും കണ്ടില്ല. പീഡനക്കേസിൽ പ്രതികളായവരെ സംരക്ഷിക്കാനുള്ള ജാഗ്രത പോലും ഈ വിഷയത്തിൽ മഷിയിട്ട് നോക്കിയിട്ടും കാണാനില്ല. നിങ്ങളൊക്കെ നല്ല നടീനടന്മാരാണ്, എന്നാലും ഇങ്ങനെയൊന്നും അഭിനയിക്കരുത്. ചുരുങ്ങിയ പക്ഷം രാമകൃഷ്ണന് വേണ്ടി ഒരു വലിയ വേദിയെങ്കിലും ഒരുക്കൂ. അയാൾ ആനന്ദ നൃത്തമാടട്ടെ. മെമ്പറല്ലാത്ത ഷാരൂഖ് ഖാന് നിങ്ങളുടെ വേദിയിൽ നൃത്തമാടാമെങ്കിൽ പിന്നെ രാമകൃഷ്ണന് എന്തിനാണ് അയിത്തം? മണിയുടെ ആത്മാവെങ്കിലും സന്തോഷിക്കട്ടെ. എന്താണ് അമ്മേ ഇങ്ങൾ നന്നാവാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പേരടി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. അതേസമയം RLV രാമകൃഷ്ണനെ നൃത്താവതരണത്തിന് കേരള കലാമണ്ഡലം ക്ഷണിച്ചു. RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ വംശീയ അധിക്ഷേപത്തിൻ്റെ പിന്നാലെയാണ് നൃത്തം അവതരിപ്പിക്കാൻ കലാമണ്ഡലം തന്നെ അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ക്ഷണം RLV രാമകൃഷ്ണൻ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കലാമണ്ഡലത്തിൻ്റെ കൂത്തമ്പലത്തിലാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കുക. ആദ്യമായിട്ടാണ് തനിക്ക് ഇത്തരമൊരു അവസരം കിട്ടുന്നതെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. കലാമണ്ഡലത്തിൽ ഗവേഷക വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. അതേസമയം നൃത്താവതരണത്തിന് നേരത്തെ സുരേഷ് ഗോപിയുടെ ക്ഷണം RLV രാമകൃഷ്ണൻ നിരസിച്ചിരുന്നു. തനിക്ക് അന്നേ ദിവസം തിരക്കാണെന്ന് കാട്ടിയാണ് സുരേഷ് ഗോപിയുടെ ക്ഷണം RLV രാമകൃഷ്ണൻ നിരസിച്ചത്. എങ്കിലും അദ്ദേഹത്തോട് നന്ദിയും സ്നേഹവുമുണ്ടെന്നും RLV രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സൗന്ദര്യം വേണമെന്നും RLV രാമകൃഷ്ണന് കാക്കയുടെ കറുപ്പാണെന്നുമെല്ലാമാണ് കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകി പറഞ്ഞത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ നടത്തിയ ഈ വംശീയ അധിക്ഷേപം പിന്നീട് വലിയ രീതിയിൽ വാർത്തകളിൽ നിറയുകയായിരുന്നു. സംഭവം വിവാദമായതോടെ മന്ത്രിമാർ അടങ്ങുന്ന പ്രമുഖർ രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. തുടർന്ന് സത്യഭാമയ്ക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും കേരള കലാമണ്ഡലം തന്നെ സത്യഭാമയുടെ വാക്കുകളെ തള്ളി രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിറമോ ജാതിയോ നോക്കി കലാകാരൻ്റെ കല അളക്കുന്നത് ശരിയല്ലെന്ന് BJP നേതാവ് PC ജോർജും വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ തനിക്ക് നൃത്തമറിയില്ല, സാഹിത്യകാരനുമല്ല. ജാതിയോ നിറമോ നോക്കി കല അളക്കരുത്. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയും കലയെ അളക്കരുത് എന്നും PC ജോർജ് പറഞ്ഞു. ചലച്ചിത്ര താരം വിനീതിനെപ്പോലെ നൃത്തം ചെയ്യാൻ നർത്തകിമാർക്ക് പോലും കഴിയില്ല. വിധികർത്താക്കൾക്ക് തൻ്റെ മുന്നിൽ വെളുത്ത കുട്ടിയും കറുത്ത കുട്ടിയും മത്സരിക്കാൻ വരുമ്പോൾ വെളുത്ത കുട്ടിയോട് ആഭിമുഖ്യം തോന്നിയേക്കാം. ഇത് മറികടക്കാൻ നന്നായി മേക്കപ്പ് ഇട്ടാൽ മതിയെന്നും PC ജോർജ് പറഞ്ഞു. കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു PC ജോർജ്.